ഫാദർ ജോഷി ബയ്യാറ്റിൽ രാഹുൽ ഈശ്വർ ഒരു സമവായത്തിന്റെ ആളാണ്. അത് ബാലൻസിംഗിലൂടെ അദ്ദേഹം ചർച്ചകളിൽ പങ്കെടുക്കാറുള്ളൂ. ഫാദർ ജോഷി ബയ്യാറ്റിൽ ആ സമവായം എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്നാണ്? മഞ്ജുഷ, ഞാൻ അതിനു മുമ്പ് നമ്മുടെ ശ്രീ മുജീബ് റഹ്മാൻ പറഞ്ഞ ഒരു കാര്യം തിരുത്തി പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞു, ഈ ഒരു ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ മാനേജ്മെന്റ് കുട്ടിയെ പുറത്താക്കി എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തി. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രയോഗമാണ്. കുട്ടിയെ ആരാണ് പുറത്താക്കി? ഇങ്ങനെയുള്ള ന്യൂസാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് ആദ്യം പോയത്. അല്ല, വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടിലും അല്ലെ, മന്ത്രിക്ക് കിട്ടിയ റിപ്പോർട്ടിലും പുറത്തു നിർത്തി എന്നുണ്ടായിരുന്നു അല്ലെ, മന്ത്രി പറഞ്ഞിരുന്നു. പുറത്തു നിർത്തി അത് സത്യമല്ലല്ലോ. അവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് ഫുട്ടേജ് വരെ ഉണ്ടല്ലോ. അപ്പോ ഈ ഇല്ലാ വചനങ്ങൾ പറയുന്നത് ഒഴിവാക്കുക. ഒന്ന്, പുറത്താക്കി എന്നുള്ള ആ പ്രയോഗം തെറ്റാണ്, അത് മാറ്റേണ്ടതുണ്ട്. പിന്നെ ഈ പെൺകുട്ടി തലമറയ്ക്കുന്ന കാര്യം, ഇവിടെ സമവായം തീർച്ചയായിട്ടും രാഹുൽ ഈശ്വര് പറഞ്ഞ ആ കാര്യം ആ കുട്ടിയുടെ പിതാവ് അനസ് മാധ്യമങ്ങളിലൂടെ പറഞ്ഞ കാര്യമാണ്, ഞാൻ പറഞ്ഞ കാര്യമല്ല. അദ്ദേഹത്തിന്റെ അങ്ങനെയെങ്കിൽ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. രണ്ട്, സമവായത്തിലേക്ക് ഉള്ള കാര്യം ഈശ്വർ രാഹുൽ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അത് തന്നെയല്ലേ സമവായം. പക്ഷേ രാഹുൽ ഈശ്വർ പറഞ്ഞ ആ രണ്ട് സാധ്യതകൾ, അതായത് ഒന്ന്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹെഡിങ് ശ്രദ്ധേയമായിരുന്നു. എല്ലാ മാധ്യമങ്ങളും കൊടുത്ത ഹെഡിങ് വളരെ രസകരമായിരുന്നു. അതായത് ഹിജാബ് ധരിക്കില്ല, സ്കൂളിൽ ഹിജാബ് ധരിക്കില്ല എന്ന് സമ്മതപത്രം എഴുതി കൊടുത്താൽ സമ്മതിക്കാം എന്ന് മാനേജ്മെന്റ്. ഈ മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ടൈറ്റിൽ നിങ്ങൾ കൊടുത്തത് എന്തുകൊണ്ടാണ്? മാനേജ്മെന്റ് നിങ്ങളോട് ആരോടാണ് അങ്ങനെ പറഞ്ഞത്? ഹിജാബ് ധരിക്കില്ല എന്ന് സമ്മതപത്രം എഴുതി കൊടുത്താൽ സത്യത്തിൽ മീഡിയയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നേരത്തെ സ്കൂൾ യൂണിഫോമിനുള്ളിൽ തന്നെ അല്ലെ, സ്കൂൾ യൂണിഫോം പാലിക്കണം എന്നുള്ള സമ്മതപത്രം, അതല്ലേ ഉദ്ദേശിച്ചത്? വിഷയം ഇത്രേ ഉള്ളൂ. അതായത് വിഷയം ഇത്രേ ഉള്ളൂ, സ്കൂളിന്റെ യൂണിഫോം. ആ കുട്ടിയുടെ പിതാവ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ മാനേജ്മെന്റ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഹിജാബ് ഇല്ലാതെ കുട്ടിയെ പഠിപ്പിക്കാമെന്ന് എഴുതി തന്നാൽ മാത്രമേ കുട്ടിയെ സ്കൂളിൽ തുടരാൻ അനുവദിക്കുകയുള്ളൂ എന്ന് കുട്ടിയുടെ പിതാവ് അനസ് ഇന്നലെ സൂചിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൽ സിസ്റ്റർ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. മാനേജ്മെന്റ് പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. സ്കൂളിലെ യൂണിഫോം പാലിക്കണമെന്ന് പറയുമ്പോൾ ഹിജാബ് ധരിക്കാൻ പറ്റില്ലല്ലോ. ഹിജാബ് ധരിക്കാൻ ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇനി എനിക്ക് വിട്ടുതരിക പ്ലീസ്. എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. പ്ലീസ് എന്റെ സമയം ഹിജാബ് ധരിച്ചു പോകുന്നതിൽ ആ സ്കൂളിന് വിരോധമില്ലെങ്കിൽ ഞാൻ വഴങ്ങി. ഇനി എന്റെ സമയമാണ് എനിക്ക് തരിക. അപ്പോ ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമുള്ളത്. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ സമവായത്തിന്റെ വിഷയം, സ്കൂൾ മാനേജ്മെന്റ് എപ്പോഴും തുടക്കം മുതൽ ഈ നിമിഷം വരെ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നേയുള്ളൂ. അതായത് സ്കൂളിൽ എല്ലാവർക്കും ബാധകമായ യൂണിഫോം കൃത്യമായി സ്കൂൾ ഡയറിയിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മുടി രണ്ടായി പിന്നിട്ട് എന്ന് തന്നെ കൃത്യം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോ ആ രീതിയിൽ വരണമെന്നർത്ഥം. ഇത് പറയുമ്പോൾ ഈ പറയുന്ന ഹിജാബിന്റെ എങ്ങനെയെങ്കിലും ഹിജാബ് അടിച്ചേൽപ്പിക്കണ ഹിജാബ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ. 11 സ്കൂളുകൾ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്ന് ഓർക്കണം. 11 സ്കൂളുകൾ 1 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലുള്ള ആ സ്ഥലമാണിത്. അതിലൊരു സ്കൂളാണിത്. ഈ സ്കൂളിൽ അവിടുത്തെ യൂണിഫോം ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടാണ് വന്ന് പറയുന്നത് ഹിജാബ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഹിജാബ് എന്നുള്ള കൺസെപ്റ്റ് അങ്ങോട്ട് വിട്ടേ. നാളെ ഒരു കുട്ടി അകാരണമായി തൊപ്പിയും വെച്ച് വന്നാൽ എങ്ങനെ ഇരിക്കും? ഒരു പെൺകുട്ടി നാളെ അകാരണമായി തൊപ്പിയും വെച്ച് വരുന്നു. ആ ഹിജാബ് എന്നുള്ള കൺസെപ്റ്റ് അങ്ങോട്ട് വിടുക. തൊപ്പിയും വെച്ച് പെൺകുട്ടി വരുന്നു. അപ്പോ ഇവര് അനുവദിക്കേണ്ടി വരുമോ? ഇങ്ങനെ നമ്മള് ഹിജാബ് എന്നുള്ളത് ഒരൊറ്റ ഒരു കണ്ണിലൂടെ മാത്രമല്ല കാര്യങ്ങൾ കാണേണ്ടത്. ഇവിടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സമത്വത്തിന്റെയും
എല്ലാവരും തമ്മിലുള്ള ഐക്യത്തിന്റെയും ഒന്നിപ്പിന്റെയും ഒക്കെ ഒരു അതുപോലെ അച്ചടക്കത്തിന്റെയും എല്ലാം ഒരു സിമ്പൽ അല്ലേ യൂണിഫോം എന്ന് പറയുന്നത്? അവിടെ ഹിജാബ് ഒരാള്, തൊപ്പി ഒരാള്, വേറൊരാള് വേറെ സംഗതി കുത്തി വരുന്നു, അല്ലെങ്കിൽ പക്ഷേ ഫാദർ ജോഷി മയ്യാറ്റിൽ ഇങ്ങനെ യൂണിഫോം റൂളൊക്കെ ഉള്ള സ്കൂളുകളിൽ പോലും പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അതൊരു വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ വരാം, അത് തടയണ്ടല്ലോ എന്ന് കരുതി ഒരുപാട് സ്കൂളുകളിൽ തട്ടമിട്ട് വരുന്നുണ്ടല്ലോ. അതിന് എതിർക്കാറുമില്ല, നമ്മൾ കാണുന്നതാണ്, പല സ്കൂളുകളിലും വരുന്നുണ്ട്. പക്ഷേ ഈ സ്കൂളിൽ അല്ല, എന്തുകൊണ്ട് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ബോധ്യം ഉണ്ടാകുന്നു? അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ എന്തുകൊണ്ട്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലെല്ലാം യൂണിഫോമിൽ ഹിജാബ് ഇടാവുന്നതേ ഉള്ളൂ. രണ്ട്, ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകൾ, അത് പ്രൈവറ്റ് പേഴ്സൺസ് നടത്തുന്നതാണെങ്കിൽ തന്നെയും അവിടെ ഹിജാബ് അനുവദിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ അറിയാം. പക്ഷേ ഒരു എയ്ഡഡ് സ്കൂൾ അല്ലാത്ത ഒന്നിൽ അവിടുത്തെ യൂണിഫോം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ മാനേജ്മെന്റിനുണ്ട്. അതുകൊണ്ട് 30 വർഷമായി ആ മാനേജ്മെന്റ് എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഇപ്പോൾ മാറ്റേണ്ട എന്ത് സാഹചര്യമാണ് നിലവിലുള്ളത്? ഇനി ഒരു കാര്യം പറയാം, ഇപ്പോ ഈ പറയുന്ന ഹിജാബിന്റെ കാര്യമായിട്ട് ഹിജാബിന്റെ കാര്യമായിട്ട് കുറെ പേര് വരുന്നു. ഇനി അടുത്തത് വരുമ്പോൾ എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചു നാൾ മുമ്പേ ഉണ്ടായുള്ളൂ നിസ്കാര മുറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായ ബഹളം ഓർക്കുന്നുണ്ടല്ലോ. അപ്പോ ഇത് നമ്മൾ കാണേണ്ടത്, ഇത് നമ്മുടെ സാമൂഹിക സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാനുള്ള ചിത്രശക്തികൾ ഈ വിദ്യാലയങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സെയിന്റ് റീത്താസ് സ്കൂൾ എന്നല്ലേ അതിന്റെ പേര് തന്നെ, സെയിന്റ് റീത്താസ് സ്കൂൾ. അതൊരു മൈനോറിറ്റി, ആർട്ടിക്കിൾ 30 അനുസരിച്ച് നടത്തപ്പെടുന്ന ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സെയിന്റ് റീത്താസ് സ്കൂളിന് അതിൻ്റെതായ നിഷ്കർഷ പാലിക്കാൻ ഇപ്പോൾ ഈ 2025 ഒക്ടോബർ 7-ാം തീയതി, 8-ാം തീയതി, 10-ാം തീയതി ആരുടെയോ പ്രേരണ കൊണ്ട്, അത് ആരൊക്കെയാണെന്ന് കൃത്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പോ എന്തുകൊണ്ടാണ് പിന്മാറണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ക്രൈസ്തവ മാനേജ്മെന്റുകൾ, ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഭയക്കുന്നു പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു വരുന്നുവെന്ന്. അതാണല്ലോ, അത് തുറന്നു പറഞ്ഞാൽ മതിയല്ലോ, അതാണല്ലോ കാര്യം. ഇനി പൊളിറ്റിക്കൽ ഇസ്ലാം മാത്രമല്ലല്ലോ, ആർക്കും കടന്നു വരാമല്ലോ. ഒരു യൂണിഫോമിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം സാർ, ഒരു 30 സെക്കൻഡ്. ഞാൻ നേരത്തെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു. ജനം ചാനലിന്റെ അതേ രീതിയിലേക്ക് ന്യൂസ് 18 തരം താണു എന്ന് പറഞ്ഞത് ആങ്കർ പറയുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആങ്കറെ സംസാരിക്കുന്നു. SDP-യുടെ പേര് പറയാൻ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഫാദർ തിരുത്തട്ടെ? വളരെ കറക്റ്റാണ്, മഞ്ജുഷ് പറയുന്നത് വളരെ കറക്റ്റാണ്. ഇത് കൂടുതൽ വായിക്കണമെങ്കിൽ ദൈവത്തിന്റെ രാഷ്ട്രീയം വായിച്ചാൽ മതി. ഒരു മുസ്ലിം തന്നെയായ ആ എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുന്ന അറിയാമല്ലോ, ദൈവത്തിന്റെ രാഷ്ട്രീയം. ആ പുസ്തകം വായിക്കുക, അതല്ല പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. ആ പുസ്തകം വായിക്കുക. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയോ SDP-യോ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ല എന്ന് പറയാൻ ഇപ്പൊ കുറെ പേര് ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിന്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയല്ല എന്ന് വ്യക്തവുമാണ്.